സമൃദ്ധിയിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്നു. സമൃദ്ധിയിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്നു. കാലത്തിലും ദുഃഖത്തിലും ശക്തി പ്രാപിക സമൃദ്ധിയിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്നു. സമൃദ്ധിയിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുന്നു. കാലത്തിലും ദുഃഖത്തിലും അകലാത്ത സ്നേഹിതനേ, കാലത്തിലും
ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങൾ പരിച്ഛേദന സ്വീകരിച്ചവരോ എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ദൈവ വചന കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊരുക്കാം. കുടപ്പിറപ്പുകളെ പുതിയ നിയമകാലത്ത് വന്നപ്പോൾ യഥാർത്ഥ പരിച്ഛേദനക്കാർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവരെന്ന്, ഞങ്ങൾ പരിച്ഛേദനക്കാർ എന്നും ദൈവത്തിന് സ്വന്തം എന്നും അഭിമാനിക്കുന്നവരോട് പൗലോസ് അപ്പോസ്തലൻ ശക്തമായി ഓർപ്പിക്കുന്നു. വെറും അഭിമാനികൾ വിച്ഛേദനക്കാർ മാത്രമാണ്, അവർ പരിച്ഛേദനക്കാരല്ല എന്നും, നിങ്ങൾ യഥാർത്ഥ പരിച്ഛേദനക്കാരാകണമെങ്കിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും നിങ്ങളുടെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുകയും ചെയ്യുന്നവരാകുവീൻ എന്ന ഒരു മുന്നറിയിപ്പ് ഇവിടെ നൽകപ്പെടുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്നവന്റെ പ്രത്യേകത, അവൻ അനുഷ്ഠിക്കുന്നത് ജഡത്തിന്റെ പരിച്ഛേദനയല്ല, മറിച്ച് ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. സത്യാരാധനക്കാരായ നാം ഹൃദയത്തിന് പരിച്ഛേദനയുള്ളവരായിരിക്കണം. ഹൃദയത്തിന് പരിച്ഛേദനയുള്ളവൻ അവന്റെ സകല ശരീരാവയവങ്ങൾക്കും പരിച്ഛേദന വരുത്തുന്നവനായിരിക്കും. അവന്റെ അധരത്തിനും കാതിനും കണ്ണിനും പരിച്ഛേദനയുണ്ടെങ്കിലേ യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് വരികയുള്ളൂ എന്ന് തിരിച്ചറിയുക. യഥാർത്ഥ പരിച്ഛേദന എന്നത് ബാഹ്യകർമ്മമല്ല, ആന്തരികമായി ഉണ്ടാകേണ്ട ഒരു വ്യതിയാനമാണ്. അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടുമുള്ള ഒരു അർപ്പണമാണ്. പ്രിയരെ, നാം സ്വയം ആത്മശോധനയ്ക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. നാം യഥാർത്ഥ പരിച്ഛേദനക്കാരോ? വീണ്ടുജന്മം പ്രാപിച്ച ക്രിസ്തീയ വിശ്വാസിയാണ് ഒരു യഥാർത്ഥ പരിച്ഛേദനക്കാരനെന്ന് പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചവരാണ് ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന വിശ്വാസി. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥ പരിച്ഛേദനക്കാരെ തിരിച്ചറിയുവാനുള്ള 3 സൂചനകൾ പൗലോസ് കുറിവാക്യത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവർ എന്നതാണ്. യഥാർത്ഥ സത്യാരാധന എന്നത് ചില ബാഹ്യ ചടങ്ങുകളോ ഏതെങ്കിലും കർമാനുഷ്ഠാനങ്ങളോ അല്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള സമ്പൂർണ്ണ സമർപ്പണവും ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് വേർപെട്ട് ആത്മാവ് കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനെ ആരാധിക്കുകയും ദൈവത്തിന്റെ നാമത്തിന് ചെയ്യുന്ന ആത്മീയ സേവനങ്ങളുമാണ്. ദൈവിക വിശുദ്ധിയിൽ മനസാക്ഷിയെ ഉണർത്തപ്പെടുവാൻ ഇടയാക്കുകയും ദൈവിക സത്യത്താൽ മനസ്സ് നിറയ്ക്കുവാനും ഇടയാക്കുകയും ദൈവിക പദ്ധതിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് സത്യാരാധനയിൽ നടക്കേണ്ടതായ കാര്യങ്ങളാണ്. രണ്ടാമത് പറയുന്നത് ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുന്നവർ എന്നതാണ്. ക്രിസ്തുവിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു എന്നതിലാകരുത് ഒരു യഥാർത്ഥ പരിച്ഛേദനക്കാരന്റെ പ്രശംസ, മറിച്ച് ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്നോർത്ത് ക്രിസ്തുവിൽ പ്രശംസിക്കുവാൻ കഴിയണം. യഥാർത്ഥമായി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കാൽവറി യാഗമരണത്തിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് പ്രശംസിപ്പാൻ വകയുള്ളൂ. നമ്മുടെ ജീവിത സൗകര്യങ്ങളിലോ കുടുംബശ്രേഷ്ഠതയിലോ സംഘടനയിലോ മറ്റൊന്നിലുമോ നാം പ്രശംസിക്കുന്നവരാണെങ്കിൽ നാം പരിച്ഛേദനക്കാരല്ല, വിച്ഛേദനക്കാരായിരിക്കും.
പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കണം. ഒരു വിശ്വാസിക്ക് ക്രിസ്തുവിൽ മാത്രമേ പ്രശംസിപ്പാൻ വകയുള്ളൂ. മൂന്നാമത് പൗലോസ് അപ്പോസ്തലൻ കുറിവാക്യത്തിൽ ഓർപ്പിക്കുന്നത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ എന്നാണ്. ജഡസംബന്ധമായ കാര്യങ്ങളിൽ ആശ്രയിപ്പാനും അതിൽ പ്രശംസിപ്പാനും ഒരു വിശ്വാസിയിൽ ഒന്നും തന്നെയില്ല. അനേകരും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം കാണപ്പെടുന്ന പലരിലും മറ്റ് പലതിലും ആശ്രയിക്കുന്നവരാണ്. ചില വിശ്വാസികൾ തങ്ങളുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ശക്തിയിലും തന്ത്രത്തിലും പണത്തിലും മക്കളിലും അധികാരത്തിലും ഒക്കെ ആശ്രയിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ യഥാർത്ഥ പരിച്ഛേദനക്കാരല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ഏക ആശ്രയവും ആനന്ദവും ആഗ്രഹവും ക്രിസ്തുവിന്റെ സ്നേഹത്തിലും അവന്റെ കൃപയിലും മാത്രമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പ്രാഗൽഭ്യത്തോടെ ആശ്രയിക്കുവാനും ആരാധിക്കുവാനും കഴിയുള്ളൂ. കൂടപ്പിറപ്പുകളെ, നാം വിച്ഛേദനക്കാരോ യഥാർത്ഥ പരിച്ഛേദനക്കാരോ? യഥാർത്ഥ പരിച്ഛേദന ജഡത്തിലെ ബാഹ്യ ചിഹ്നങ്ങളല്ല, മറിച്ച് ആത്മാവിലുള്ള ആരാധനയും ക്രിസ്തുവേശുവിലുള്ള പ്രശംസയും ദൈവകൃപയിലുള്ള പൂർണ്ണ ആശ്രയവുമാണ്. അതേ പ്രിയരെ, നിങ്ങൾ യഥാർത്ഥ പരിച്ഛേദന യേശുക്രിസ്തുവിനാൽ ലഭിക്കപ്പെട്ടവർ എന്ന് തെളിയിച്ച് സാക്ഷ്യമുള്ളവരായി ജീവിക്കുക. ആത്മാവ് കൊണ്ട് ആരാധിക്കുവാൻ മടി കാണിക്കരുത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൽ പ്രശംസിക്കുകയും അതിൽ സന്തോഷിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുക. ജഡത്തിലല്ല എൻ്റെ ആശ്രയം, ദൈവകൃപയിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ വചനം കേട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥ പരിച്ഛേദനക്കാരായി ആത്മാവിൽ ആരാധിച്ച് വേർപെട്ട ജീവിതാനുഭവത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അങ്ങയുടെ മക്കൾക്ക് അവകാശപ്പെട്ടത് കർത്താവ് അവർക്ക് നൽകിക്കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജനം വിടുവിക്കപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
പ്രത്യാശകൾ സംഭ്രമത്തിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുമോ സംഭ്രമത്തിലും സംശയത്തിലും സങ്കടത്തിലും പ്രത്യാശ നൽകുമോ സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത സ്നേഹിതനേ സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്ത സ്നേഹിതനേ യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കുന്നു ബോധം വരും യേശുവേ തിരുപാദത്തിൽ കാത്തിരിക്കുന്നു ബോധം വരും